ഈശോയിൽ പിതാവായ ദൈവവും പരിശുദ്ധാത്മാവും എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് ഈശോ ഈ ഭൂമിയിൽ വന്ന് മനുഷ്യരൂപമെടുത്തു. തന്റെ പിടാസനം അനുസരണ ഉത്ഥാനത്തിലൂടെ, അതായത് പിടാസഹനം എന്ന് നാം പൊതുവെ പറയുന്നു എങ്കിലും ആ പീഡ സഹിക്കുന്നതും കുരിശു വഹിക്കുന്നതും ഭരിക്കുന്നതുമെല്ലാം പിതാവായ ദൈവം ആഗ്രഹിച്ചതിനോട് ചേർന്ന് പൂർണ്ണമായി അവൻ അനുസരിച്ചു. ഇതാണ് ആ അനുസരണത്തിലൂടെ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. അതിനാലാണ് പിതാവ് അവിടത്തേക്ക് എല്ലാത്തിനേക്കാളും ഉപരിയായ നാമം നൽകിയത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പല നാമങ്ങളുണ്ട്. നമ്മളെ ഭയപ്പെടുത്തുന്ന, പേടിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന ഒട്ടേറെ നാമങ്ങളുണ്ട്. ചില നാമങ്ങളെ പോലെ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ നാമങ്ങളെക്കാൾ എന്നതിനേക്കാൾ എല്ലാം ഉപരിയായി നമ്മെ ഭയപ്പെടുത്തുന്ന ചില നാമങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ നാമം എന്ന് പറയുന്നത് നമ്മുടെ തിന്മ മാത്രം ആശിക്കുന്ന സാത്താന്റെയാണ്. 2 നമ്മുടെ ശത്രുക്കൾ. 3 രോഗങ്ങൾ, അതായത് ക്യാൻസർ മറ്റു മുതലായ എല്ലാ രോഗങ്ങളുടെ നാമങ്ങളും നമ്മെ ഭയപ്പെടുത്തുന്നു. ഇതിനെല്ലാം എതിരായാണ് വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ 2-ാം അധ്യായത്തിലെ 10-ാം വാക്യം നമ്മോട് പറയുന്നത്, ഇത് യേശുവിന്റെ മുൻപിൽ ലോകത്തിലും ഭൂമിയിലും സ്വർഗത്തിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിന് വേണ്ടിയാണെന്ന്. ഇത് തന്നെയാണ് പിതാവായ ദൈവവും നമ്മോട് പറയുന്നത്. ഇതിനാണ് അവിടുന്ന് ഈശോയ്ക്ക് ഇത്ര വലിയ എല്ലാത്തിനേക്കാളും ഉപരിയായ നാമം നൽകിയത്. ഈ വചനം നമ്മെ മനസ്സിലാക്കിപ്പിക്കുന്നത് അത് തന്നെയാണ്. ഈശോ ആണ് ഭൂമിയിലും സ്വർഗത്തിലും പാതാളത്തിലുമുള്ള എല്ലാത്തിൻ്റെയും ഒരേ ഒരു രാജാവും കർത്താവും.